പിതാക്കന്മാരോട് ഏറെ സ്നേഹമുള്ള ഒരു രൂപതാ സമൂഹമാണ് നമ്മൾ. പിതാക്കന്മാരോടുള്ളൊരു ബന്ധം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്നും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവത്തെ വിളിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാരിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസവും പിതാക്കന്മാർ നൽകിയ നേതൃത്വവുമെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കബറിടപ്പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ പിതാക്കന്മാരുടെ ഒരു അനുഗ്രഹം തുളുമ്പി നിൽക്കുന്ന ഇടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചെല്ലുമ്പോഴെല്ലാം ആ പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ആരെങ്കിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കാണാം. അപ്രകാരം ഈ പിതാക്കന്മാരുടെ ഓർമ്മകൾ, പിതാക്കന്മാരോടുള്ള മധ്യസ്ഥവുമെല്ലാം പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു സമൂഹം. നമ്മുടെ യാക്കോബായ ഓർത്തഡോക്സ് സഹോദരങ്ങളൊക്കെ അവരുടെ പിതാക്കന്മാരുടെ കബറിടങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അതെല്ലാം വിശ്വാസ ജീവിതത്തിൽ വളരുവാനും നിലനിൽക്കുവാനുമെല്ലാം നമ്മളെ സഹായിക്കുകയും ഒത്തിരിയേറെ നമ്മളെ വളർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ദൈവകൃപയാൽ നമ്മുടെ പിതാക്കന്മാരെ കൂടെ ഓർക്കാനായിട്ട് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. നമ്മുടെ 2 പിതാക്കന്മാർ, ഒരാൾ ധന്യൻ കുരിയാളശ്ശേരി പിതാവ്, മറ്റൊരാൾ ദൈവദാസൻ കാവുകാട്ട് പിതാവ്. ഈ അടുത്ത നാളിൽ നമ്മൾ സന്തോഷകരമായൊരു വാർത്ത കേട്ടു. ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ, കോട്ടയം വികാരിയാത്തിൻ്റെ 2ാമത്തെ വികാരി അപ്പസ്തോലിക്കായും ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ 1896 സ്ഥാപിതമായ ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്കായും ആയ മാത്യു മാക്കിൽ പിതാവിനെ ധന്യനായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപയുടെ ചരിത്രത്തിൽ 9 പിതാക്കന്മാരിൽ 3 പേരും വിശുദ്ധരാകാനുള്ള ആ പ്രോസസ്സിലാണ്. അത് പിൻഗാമികൾക്ക് വളരെയേറെ വെല്ലുവിളികൾ ഉയർത്തുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. വിശുദ്ധരായ മുൻഗാമികളുടെ പിൻഗാമികളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെയേറെ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉറപ്പാകും. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. ഏതായാലും വിശുദ്ധരായ പിതാക്കന്മാരുടെ നേതൃത്വം കിട്ടിയ രൂപത അത് നമുക്ക് ഒത്തിരിയേറെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. അഭിവന്യ തോമസ് കുരിയാളശ്ശേരി പിതാവ് യഥാർത്ഥത്തിൽ ആത്മീയത എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു വിശുദ്ധനാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ സർവ്വനേരം പള്ളി പോയിരിക്കുന്നതാണോ, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം മാത്രം നടക്കുന്നതാണോ? ഇതൊന്നുമല്ല. ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു വളർച്ചയും വിശുദ്ധിയുമൊക്കെയാണ്. കുരിയാളശ്ശേരി പിതാവിന് തിരുഹൃദയത്തോട് ഭക്തിയുണ്ടായിരുന്നു. ദിവ്യകാരുണ്യ ആരാധനയുടെ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഇല്ലാത്ത ഭക്തികൾ ഏതെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമാണ്. ഔസേ പിതാവിനോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആഴമായ ഒരു ആത്മീയത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ ആത്മീയതയുമായിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുകയായിരുന്നില്ല. സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ ഒപ്പിയെടുത്ത് അവിടെയൊക്കെ തൻ്റെതായ ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറെ തൽപരനായിരുന്നു. അന്ന് ചങ്ങനാശ്ശേരി വികാരിയാത്തിൽ വളരെ കുറച്ച് സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയേറെ സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിന് കെട്ടിടം പണിതത് അദ്ദേഹമാണ്. അന്ന് ഇവിടെ ഒരു ഇംഗ്ലീഷ് സ്കൂൾ, പെൺപൈതങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് സ്കൂൾ നമ്മുടെ ഇവിടെ ആരംഭിച്ചത് അദ്ദേഹമാണ്. അന്ന് ഈ മധ്യ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളാണ് ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ. അത് ആരംഭിച്ചത് അദ്ദേഹമാണ്, കുരിയാളശ്ശേരി പിതാവാണ്. അതോടൊപ്പം അദ്ദേഹം നമ്മുടെ SB കോളേജ് ആരംഭിച്ചു. 22 അദ്ദേഹം ആരംഭിച്ചു. വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹത്തിന് അതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചുള്ളൂ. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. എങ്കിലും പിന്നീട് കാളാശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിലാണ് SB കോളേജ് വളരുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ദർശനം SB കോളേജ് ആരംഭിക്കണം. കാരണം കുരിയാളശ്ശേരി പിതാവിൻ്റെ വലിയൊരു സ്വപ്നം, മാക്കിൽ പിതാവ് എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം, അത് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ സമുദായത്തിലെ പ്രമുഖരായ ആൾക്കാരെയൊക്കെ കൂട്ടി അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി അദ്ദേഹം ആരംഭിച്ച കോളേജാണ് SB കോളേജ്. അതിപ്പോൾ ശതാബ്ദിയും കഴിഞ്ഞ ഇപ്പോഴും
കേരള സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ അദ്ദേഹം പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ പ്രദേശങ്ങളിൽ വിദൂരമായ സ്ഥലങ്ങളിലൊക്കെ അന്ന് പാലായും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ ഉൾപ്പെടുന്ന വളരെ വിശാലമായ ഒരു രൂപതയാണ് നമ്മുടെ രൂപതയും നമുക്കറിയാം. അവിടെ എല്ലാം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആത്മീയത എന്ന് പറയുന്നത് പള്ളിയിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല, പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്, ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്, അത് ജീവിതത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. പള്ളിയിലെ ദേവാലയത്തിലെ ബലി അവസാനിക്കുന്നിടത്ത് ജീവിതത്തിലെ ബലി ആരംഭിക്കുകയാണെന്ന് പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി അദ്ദേഹം ജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ അദ്ദേഹം ക്രമീകരിച്ചു. നമുക്കറിയാം, അന്ന് നമ്മുടെ ഇടയിലെ മദ്യപാനം, വ്യവഹാരപ്രിയം, ഇതൊക്കെ സുറിയാനി കത്തോലിക്കാച്ചാന്മാരുടെ താല്പര്യമുള്ള കാര്യമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുക, കേസ് കളിക്കുക, അതുപോലെ മദ്യപാനത്തിൻ്റെ ഭവിഷ്യത്തുകളുണ്ട്, അതെല്ലാം ഏറ്റവും വലിയ പാപമാണെന്നുള്ള രീതിയിൽ പഠിപ്പിച്ച് അതിൽ നിന്നെല്ലാം വ്യക്തികളെ വിമുക്തരാക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. ഇടവകകളിൽ വാർഷിക ധ്യാനം നടത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. എല്ലാ ഇടവകളിലും വാർഷിക ധ്യാനം വേണം. പിന്നെ രാത്രി ആഘോഷങ്ങൾ നിർത്തലാക്കി. നമുക്കറിയാം, നമ്മുടെ പള്ളികളിലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും നേരത്തെ തിരുനാൾ ആഘോഷങ്ങളൊക്കെ തീരുന്നത്. ഇപ്പം നമ്മൾ ആ പതിവ് പിന്നെയും മാറ്റി രാത്രി പാതിരാ വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. എങ്കിലും അമ്പലങ്ങളിലെ ആഘോഷങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളിലെ ആഘോഷങ്ങളൊക്കെ നേരത്തെ തന്നെ തീരും. ഈ പതിവ് ആരംഭിച്ചത് കുര്യാളശ്ശേരി പിതാവാണ്. അദ്ദേഹം കൽപ്പന കൊടുക്കുമായിരുന്നു, വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ദേവാലയങ്ങളിലെ തിരുനാൾ ആഘോഷങ്ങളെല്ലാം അവസാനിച്ചിരിക്കണം. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇത് രാത്രി നീളം തോറും സദ്യയായി, മദ്യപാനമായി, പിന്നെ നാടക പരിപാടികളും ഒക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം അദ്ദേഹം വിലക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിലെല്ലാം നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആത്മീയ ജീവിതത്തിന് ഒരു നല്ല ക്രമമുണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം അത് രൂപതയുടെ ഭരണപരമായ ഒരു ഘടനയുണ്ടാക്കാനും അദ്ദേഹം ഏറെ പരിശ്രമിച്ചു. കൂരിയായുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമാക്കി, അതിനെക്കുറിച്ചുള്ള കൽപ്പനകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന അതേ നിർദ്ദേശങ്ങൾ അന്ന് അദ്ദേഹം കൊടുത്തിരുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഇടവക സന്ദർശനം, പിതാവ് ഓരോ ഇടവുകളും സന്ദർശിക്കുക മാത്രമല്ല, അവിടുത്തെ കണക്ക്, പൊതുയോഗ പുസ്തകം, ഇതെല്ലാം പരിശോധിച്ച് നമ്മുടെ ഈ ഇടവക സന്ദർശനത്തിൻ്റെ ഒരു മാതൃക വ്യവസ്ഥാപിതമായിട്ട് ആരംഭിച്ചത് കുര്യാളശ്ശേരി പിതാവാണ്. അതെല്ലാം പിന്നീട് നമ്മുടെ സഭയുടെ പൊതു ഭരണത്തിൻ്റെ ഭാഗമായി എന്ന് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ അതിരൂപതയെ നന്നായിട്ട് നയിച്ചു. സാമ്പത്തികമായിട്ടും ഈ അതിരൂപതയെ വളർത്താൻ അദ്ദേഹം ഏറെ പരിശ്രമിച്ചു. കുട്ടനാട്ടിലൊക്കെ ഒത്തിരി പാടങ്ങളൊക്കെ മേടിച്ചിട്ടു. ഇന്നതൊക്കെ ആരുടെ കയ്യിൽ പോയെന്ന് അറിയത്തില്ല. എന്നാലും അതുപോലെ കോട്ടയത്ത് 14 ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങി. അതിൻ്റെ 10 ഏക്കർ വല്ലതും ഇന്ന് അവിടെ കാണുമായിരിക്കും. അതിൽ കുറച്ച് പകുതിയോളം കോട്ടയം ലൂർദ് പള്ളി, ബാക്കിയുള്ളത് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന് കൊടുത്തു. പിന്നെ അതിൻ്റെ ഒരു ഭാഗം പാലാ രൂപത പിരിഞ്ഞപ്പോൾ അവർക്ക് നൽകി എന്നാണ് പറയുന്നത്. പുന്നത്രയിൽ 22 ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങി എടുത്തു എന്ന് പറയാറുണ്ട്. അതുപോലെ കൂത്രപ്പള്ളി എസ്റ്റേറ്റ് 42 ഏക്കറോളം അദ്ദേഹം വാങ്ങിയതാണ്. മല്ലപ്പള്ളിയിലും ഏതാണ്ട് 10-24 ഏക്കർ സ്ഥലം അദ്ദേഹം വാങ്ങിയെന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒത്തിരി കാലമൊന്നും അദ്ദേഹം നമ്മുടെ രൂപതയെ ഭരിച്ചില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സാമ്പത്തികമായിട്ട് നല്ലൊരു അടിത്തറ ഈ അതിരൂപതയ്ക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കുര്യാളശ്ശേരി പിതാവിന് സാധിച്ചു. കാരണം അന്ന് കൃഷി എന്ന് പറയുന്നത് ലാഭകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൃഷിസ്ഥലങ്ങൾ വാങ്ങിയിടാനും രൂപതയെ സ്വയം പര്യാപ്തതയിലെത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. 1911 ഒക്ടോബർ 11 അദ്ദേഹം സ്വന്തം വീട്ടിൽ, ചമ്പക്കുളത്തെ സ്വന്തം വീട്ടിൽ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് മെത്രാനാകാനുള്ള ബൂള ലഭിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പരിശുദ്ധ പിതാവിൻ്റെതാണ്. അപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെതാണെങ്കിൽ ആദരവോടെ അത് സ്വീകരിക്കണം എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് വാങ്ങി പിന്നീട് പള്ളിയിൽ പോയി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ച് ആ ഒരു നിയോഗം ഏറ്റെടുത്തു എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ
വായിക്കുന്നുണ്ട്. പിന്നീട് 1911 ഡിസംബർ 3 ക്യാൻഡിയിൽ വെച്ചാണ് ദലഗാത അപ്പസ്തോലിക്കയിൽ നിന്ന് അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ടത്. അങ്ങനെ പിന്നീട് തിരിച്ചു വന്ന് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ 1912 ജനുവരി 24 നമ്മുടെ തോമാസ് ലീഹായുടെ രൂപത്തിൽ ലെവീഞ്ഞ പിതാവ് ധരിപ്പിച്ചിട്ട് പോയ മുടിയും ആ വടിയും സ്വീകരിച്ച്, തോമാസ് ലീഹായുടെ രൂപത്തിൽ നിന്ന് സ്വീകരിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷ ആരംഭിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സമഗ്രമായ രീതിയിൽ ഈ അതിരൂപതയെ മുഴുവൻ നയിക്കുകയും ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമെല്ലാം ഉള്ള ജനത്തിൻ്റെ പുരോഗതിയെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ചരിത്രം ഈ അതിരൂപതയുടെ വളർച്ചയുടെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരമത്തിൻ്റെ 100ാം വാർഷികത്തിൽ അനുസ്മരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കുന്നു.